ക്രൂയിസ് കൺട്രോൾ എങ്ങനെ പ്രവർത്തിപ്പിക്കുന്നതെന്നുള്ള നമുക്ക് നോക്കി നോക്കാം. ആദ്യം ക്രൂയിസ് എന്നുള്ള സ്വിച്ച് നോക്കിയിട്ട് നേരെ പ്ലസ് നോക്കി കഴിഞ്ഞാൽ നമ്മളെ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഞാൻ ഇപ്പോൾ ഇത് ആക്സിലേറ്റർ ചവിട്ടുന്നില്ല. ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഹൈവേയിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ആക്സിലേറ്റർ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൽ ഇവിടെയുള്ള പ്ലസ്സും മൈനസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെറുങ്ങനെ പറ്റുള്ളൂ, ഓരോന്നായിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്നവരും സ്പീഡ് കൂടുന്നുണ്ട്, 55, 86. അതുപോലെ തന്നെ നമ്മൾ മൈനസ് കൊടുത്തു കഴിഞ്ഞാലും അത് കുറയും ചെയ്യും. അപ്പോൾ നമുക്ക് ഇതിൽ തന്നെ ആക്സിലേറ്റർ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ ടൈമും ഇത് പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു റോഡൊന്നും നമ്മുടെ നാട്ടിലില്ല. എന്നാലും നല്ലൊരു ഹൈവേയിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കിത് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് തൃശ്ശൂർ ഹൈവേ എന്നാണ് എടുത്തിട്ടുള്ളത്. തൃശ്ശൂർ ഹൈവേന്ന് ക്രൂസ് കൺട്രോൾ ഓൺ ആക്കിയിട്ടാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അരമണിക്കൂറോളെല്ലാം എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റീനി, കാരണം നല്ല റോഡേന്. അപ്പോൾ ഫുള്ള് ക്രൂസ് കൺട്രോളാണ് ഇപ്പോൾ ഓടിച്ചത്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ എടുക്കണം എന്ന് തോന്നി വീഡിയോ എടുത്തിട്ടാണ്. ഇങ്ങനെയാണ് ക്രൂസ് കൺട്രോൾ പ്രവർത്തിപ്പിക്കുന്നത്.